ഇന്ന് നമ്മളുടെ ചാനലിൽ സൂപ്പർ ആയിട്ടുള്ള ഒരു ലവ് ഡ്രാമ ഫോറസ്റ്റിന്റെ ഫസ്റ്റ് എപ്പിസോഡാണ് നോക്കാൻ പോകുന്നത്. ഡ്രാമയുടെ തുടക്കം തന്നെ നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നുണ്ട്. അവളുടെ പേര് ജിയ എന്നായിരുന്നു. ഉറക്കത്തിൽ നിന്ന് ഞെട്ടിപ്പടിഞ്ഞ് എണീറ്റ് അവൾക്കൊരു കോൾ വരുന്നുണ്ട്. അവൾ ശരിക്കും ഒരു ഡോക്ടർ ആയിരുന്നേ. അത് ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു ആ ഒരു കോൾ. ഇവിടെ അത്യാവശ്യമായിട്ട് ഒരു ഓപ്പറേഷന് വേണ്ടി നിൽക്കുകയാണെന്നും പെട്ടെന്ന് തന്നെ ജിയാനോട് ഹോസ്പിറ്റലിലേക്ക് എത്താനായിട്ടും പറയുന്നുണ്ട്. എന്നാൽ അവളിപ്പോ എണീറ്റിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവള് പെട്ടെന്ന് കുളിയൊക്കെ കഴിഞ്ഞ് യൂണിഫോം എല്ലാം ഇട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ മുഖത്തെല്ലാം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം ഓപ്പറേഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന പോലെയായിരുന്നു അവള്. അതും പോരാഞ്ഞിട്ട് ഒരുപാട് മെഡിസിൻ എടുത്ത് അവള് വായിലിട്ടിട്ട് ജിയ നിന്നെ കൊണ്ട് പറ്റും, നിന്നെ കൊണ്ട് ഏത് പറ്റും എന്നൊക്കെ പറഞ്ഞ് അവൾക്ക് തന്നെ കോൺഫിഡൻസ് ഒക്കെ കൊടുത്തിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ജിയ നേരെ പോയി ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ സീൻ കട്ട് ചെയ്ത് പിന്നെ നമ്മുടെ ഹീറോയിനാണ് കാണിക്കുന്നത്. ഹീറോയിന്റെ പേര് കോങ് ആയിരുന്നു. ഇവനൊരു വലിയ ബിസിനസ്സുകാരനായിരുന്നു. ഒരു വലിയ ഫോറിൻ ഡീൽ സംസാരിക്കാനായിട്ട് ഒരു ഹോട്ടലിലേക്ക് പോയിട്ട് ഫോറിനേഴ്സിനോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കോങ്. അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമില് കോങ്ങിന് അവന്റെ മനസ്സിലായിട്ട് കാട്ടില് നിറച്ച് തീയൊക്കെ വരുന്ന പോലെ സ്വപ്നം പോലെ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. പോരാത്തതിന് അവന്റെ കൈയൊക്കെ നന്നായിട്ട് കത്തുന്ന പോലെ അവനക്ക് തോന്നുന്നുണ്ട്. വേദന സഹിക്കാൻ പറ്റാതെ കോങ് അവിടെ താഴെ ഇരുന്ന് പോകുന്നുണ്ട്. ആ ഒരു ടൈമില് കോങ്ങിന്റെ മാനേജർ വന്നിട്ട് അധികം നേരം ഇവിടെ ഇരിക്കണ്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാന്ന് പറഞ്ഞ് അവനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അത് ജിയ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്കായിരുന്നു പോകുന്നത്. അവിടെ ചെന്ന് ഇങ്ങനെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. ജിയ ഇതേ ടൈം ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് അവൾ അടുത്തുള്ള ക്യാൻറ്റീനിൽ പോയി ഒരു കോഫി ഓർഡർ ചെയ്ത് അത് കുടിക്കാനായിട്ട് നിൽക്കുമ്പോൾ അവിടെ നിന്ന് കോങ് പ്രത്യക്ഷപ്പെട്ടിട്ട് അവളുടെ കയ്യിലുള്ള കോഫിയും തട്ടിപ്പറിച്ചുകൊണ്ട് അവിടെ നിന്ന് ദൂരത്തേക്ക് മാറി നിൽക്കുന്നുണ്ട്. ഇത് കണ്ട് ജിയ ഇതിപ്പോ എന്താ പാടുന്നു നോക്കിക്കൊണ്ട് കോങ്ങിന്റെ അടുത്തേക്ക് പോയിട്ട് ഹലോ ഇപ്പൊ എന്തായി ചെയ്തത്, ഞാൻ വാങ്ങിയ കോഫി എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചിട്ടുണ്ടോ, മനിയൊക്കെ അതിങ്ങനെ തിരിച്ചു തന്നെ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ കോങ് ഇപ്പൊ വലിയൊരു ബിസിനസ്സുകാരന്റെ മട്ടിലൊന്നല്ല സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ പറയാണ് പ്ലീസ് മാഡം എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, എനിക്ക് കോഫി അത്യാവശ്യമാണ്, ഇത് ഞാൻ കുടിച്ചോട്ടെ പ്ലീസ് 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 എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു കുഞ്ഞു കുട്ടികളെ പോലെയാണ് കോങ് ഇപ്പൊ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ട് ജിയ ഇവനെ കണ്ട വലിയ ആളെ പോലെ ഉണ്ടല്ലോ, വർത്താനം 10 വയസ്സിന് ബോധമില്ലാത്ത കുട്ട എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിയ കോങ്ങിനെ നന്നായിട്ടൊന്ന് നോക്കുമ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് അവൻ ഒരു കാലിൽ ഷൂവും ഒരു കാലിൽ ചെരുപ്പുമാണ് ഇട്ടേക്കണത്. ഹോസ്പിറ്റലിൽ ഇടുന്ന ഡ്രസ്സാണ് ഇട്ടേക്കണെങ്കിലും അതിന്റെ മുകളിലായിട്ട് അവന് കോട്ട് ഇട്ടിട്ടുണ്ട്. എന്താ പ്രാന്തന്മാരെ പോലെയാണ് ഇപ്പൊ കോങ് ബിഹേവ് ചെയ്തോണ്ടിരിക്കുന്നത്. ഇത് കണ്ടിട്ട് ജിയ ഹലോ ഞാനിവിടെ ആർക്കും ഫ്രീ സർവീസ് ഒന്നും ചെയ്യുന്നില്ല, കോഫി ആണെന്നുണ്ടെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങിക്കോ, എന്റെ കോഫി ഇങ്ങോട്ട് മര്യാദ തന്നേ എന്ന് വീണ്ടും പറയുന്നുണ്ട്. എന്നാൽ കോങ് അതൊന്നും ശ്രദ്ധിക്കാതെ അവൾ എന്തെങ്കിലും അവിടെ കിടന്ന് പറഞ്ഞോട്ടെ എന്നുള്ള മട്ടില് അവൻ ആ കോഫി എടുത്ത് സൂര്യന്റെ വെളിച്ചത്തിലേക്ക് കാട്ടിയിട്ട് കുട്ടികൾ ചെയ്യുന്ന പോലെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എന്തോ കാട്ടിലാണ് ഇപ്പൊ നിൽക്കുന്നത് എന്നുള്ള പോലെയാണ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ട് ജിയൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് അവള് സൗണ്ട് ഭയങ്കരമായിട്ട് റേസ് ചെയ്തിട്ട് കോങ്ങിനെ ചീത്ത പറഞ്ഞിരിക്കുന്നത് കേട്ടിട്ട് ഹോസ്പിറ്റലിലുള്ള വേറൊരു ഡോക്ടറും നഴ്സുമാരൊക്കെ ഓടിയെത്തുന്നുണ്ട്. ഓടി വന്ന ഒരു ഡോക്ടർ കോങ്ങിനോട് പറയാണ് സാർ നിങ്ങൾ ഇവിടെ ഒന്നും വരാൻ പാടില്ല, നിങ്ങൾ എന്തിനാ എങ്ങോട്ട് വന്നേക്കുന്നത് സാർ, ബയോ ഞാൻ റൂം കാട്ടിത്തരാന്നും പറഞ്ഞ് നഴ്സുമാരുടെ കൂടെ കോങ്ങിനെ വിട്ടയക്കുന്നുണ്ട്. ഇപ്പൊ ഓടി വന്ന ആ ഡോക്ടർ ഉണ്ടായിരുന്നല്ലോ അത് ജിയുടെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ജിയ ആ ക്ലോസ് ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഡാ ചെക്കൻ എന്ന പ്രാന്താണോ, അവൻ എന്തൊക്കെ ഇവിടെ കിടന്ന് കാട്ടുന്നില്ല അതാരാ എന്ന് ചോദിക്കുമ്പോൾ ആ ക്ലോസ് ഫ്രണ്ട് പറയാണ് അത് വലിയൊരു ബിസിനസ്മാനാ, നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഡയറക്ടർ തന്നെ നേരിട്ട് വിളിച്ചിട്ട് ആൾക്ക് നല്ല സർവീസ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ അയാളെ നോക്കിയിട്ട് ഞങ്ങൾ ചെക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അയാൾ ഇങ്ങനെ എണീറ്റ് ഓടി, അയാൾക്ക് എന്തോ മാനസികമായിട്ട് പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നേ എന്ന് ജിയനോട് ആ ക്ലോസ് ഫ്രണ്ട് പറയുന്നുണ്ട്. ഇതേ സമയം കോങ്ങിനെ കൂട്ടിക്കൊണ്ട് പോകുന്ന ആ നഴ്സുമാർക്കിടയിൽ വെച്ചിട്ട് കോങ്ങിന് വീണ്ടും കൈ എന്തോ കത്തി പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അവനപ്പ അവിടെ നിന്നിട്ട് ഒച്ചെടുക്കാണ് എന്റെ കൈ കത്താണെന്നും പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് തന്നെ വേഗം കോങ്ങിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോയി എല്ലാ ടെസ്റ്റും ചെയ്ത് നോക്കുന്നുണ്ട്. എന്നാൽ ബോഡിക്കൊന്നും ഒരു ഇഷ്യൂവും കോങ്ങിന് ഉണ്ടായിരുന്നില്ല. അവയ്ക്കെന്തോ മാനസികമായിട്ടുള്ള പ്രശ്നം തന്നെയായിരുന്നു. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ കോങ് സാധാരണ പോലെ ആവാണ്. ആ ഗൗരവം തിരിച്ചു കിട്ടാണ് ആ കുട്ടികൾക്ക് മാറാണ്. ഈ അസുഖമുള്ളപ്പോൾ അവൻ കുട്ടികളെ പോലെ ചെയ്തതും ഒരു മന്ദബുദ്ധിയെ പോലെ കാട്ടിയതൊന്നും അവനക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. അവനിപ്പോ വലിയ ഗൗരവത്തിൽ തന്നെയാണ് ഹോസ്പിറ്റലിൽ ഇരിക്കുന്നത്. ഇപ്പൊ നോർമലിലേക്ക് വന്നതിന് ശേഷം ഡോക്ടർ അവനോട് പറയുന്നുണ്ട് സാർ നിങ്ങൾക്ക് എന്തോ മാനസികമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടെന്നാ തോന്നുന്നത്, അത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നതുകൊണ്ട് എന്നും വിചാരിക്കരുത്. സാറ് പറഞ്ഞത് സാറിന് അച്ഛനും അമ്മയോ ഒന്നും ഇല്ല, ചെറുപ്പം മുതലേ അച്ഛമ്മയുടെ കൂടാണ് വളർന്നേന്നുള്ളതല്ലേ, 10 വയസ്സിന് താഴെയുള്ള ഒരു കാര്യങ്ങളും താങ്കൾക്ക് ഓർമ്മയില്ല, ചിലപ്പോൾ ആ 10 വയസ്സിന് താഴെയുള്ളപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ ലൈഫിൽ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയെല്ലാം പറ്റുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇവിടെ ഒരു ട്രീറ്റ്മെന്റിന്റെ കോഴ്സ് ഉണ്ട് അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വന്നേ പറ്റൂ എന്ന് പറയാണ്. എന്നാൽ കോങ് ഭയങ്കര ഗൗരവത്തോടുകൂടി തന്നെ ഹലോ ഡോക്ടർ എനിക്ക് ഒരു കുഴപ്പമില്ല, എൻ്റെ ഇതിൽ ഞാൻ ഏറ്റവും സ്ട്രോങ് ആയ മനുഷ്യനാണ്, പിന്നെ ഞാൻ എന്തിനിങ്ങനെ കുട്ടികളെ പോലൊക്കെ നടക്കുന്നത്, ഞാൻ അങ്ങനെ ഒന്നും നടക്കൂല, എനിക്ക് വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനമുണ്ട്, എനിക്ക് ഒരു പ്രശ്നവും ഇല്ല, പിന്നെ ഞാനിവിടെ കോഴ്സ് അറ്റൻഡ് ചെയ്യാനൊന്നും വന്നതല്ല, കൈ ഒന്ന് എരിഞ്ഞുകൊണ്ട് മാത്രം ഞാനിവിടെ ഹോസ്പിറ്റലിലേക്ക് വന്നേ, എനിക്കിപ്പോൾ കൈയരിച്ചിലൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോകാണ് എന്ന് ഗൗരവത്തോടെ പറഞ്ഞിട്ട് മാനേജറോട് വേഗം തന്നെ ബില്ല് പേ ചെയ്തിട്ട് വായോ എന്ന് പറഞ്ഞ് കോങ് അവന്റെ പാട്ടിനെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഹീറോ നേരെ അവന്റെ കമ്പനിയിലേക്കാണ് പോകുന്നത്. കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സ് തമ്മിലൊക്കെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഹീറോ അവിടെ വന്ന് ഒരു ചീത്ത പറഞ്ഞോടുകൂടി അവരെല്ലാവരും സൈലന്റ് ആവാണ്. ഹീറോനെ എല്ലാവർക്കും ഭയങ്കര പേടി തന്നെ. ഈ ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും കൂടി ഒരു റിപ്പോർട്ട് കൊടുത്തായിരുന്നു കമ്പനി നടക്കുന്ന കാര്യങ്ങളൊക്കെ. അത് അന്വേഷിച്ചിട്ട് കോങ്ങിന് മനസ്സിലാക്കാൻ സാധിച്ചത് അതെല്ലാം തെറ്റാണെന്നാണ്. ഇവരെന്തോ കള്ളത്തരം ചെയ്യുന്നുണ്ടെന്ന് കോങ്ങിന് മനസ്സിലാവുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കോങ്
കമ്പനി പോയി ഒരു തൊഴിലാളിയെ പോലെ അവിടെ നിന്ന് വർക്ക് ചെയ്യാം. എന്തും കണ്ടുപിടിക്കണമെങ്കിൽ നമ്മ തന്നെ ഇറങ്ങിയാലേ നടക്കൂ എന്നുള്ള പോളിസി ആയിരുന്നു കോങ്ങിന്. അതുകൊണ്ട് തന്നെ കമ്പനി നടക്കുന്ന എല്ലാ തെറ്റും അവൻ കണ്ടുപിടിക്കുകയാണ്. അതും പറഞ്ഞുകൊണ്ട് ഷെയർ ഹോൾഡേഴ്സിന് എല്ലാവരെയും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കോങ്. പ്രശ്നങ്ങളും തീർത്തോ എന്നുള്ള ധൈര്യത്തിൽ കോങ് അവിടെ നിന്ന് പോകുമ്പോഴാണ് അവന്റെ മാനേജർ പറയുന്നത്, സാർ നിങ്ങളൊരു ഡീല് ഫോറിനേഴ്സിനായിട്ട് ഇപ്പൊ സംസാരിച്ചിരുന്നില്ല, അത് നിങ്ങൾക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം അവിടെ വെച്ച് നിങ്ങൾക്ക് ആ ഒരു കയ്യിൽ എരിച്ചിൽ വന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സൈക്കോളജിക്കലി എന്തോ പ്രശ്നമുണ്ടെന്നാണ് അവരൊക്കെ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളെ ശത്രുവായ ഷാനാണ് ആ ഒരു പ്രൊജക്ട് കൊടുക്കാൻ പോകുന്നതെന്ന് മാനേജർ കോങ്ങിനോട് പറയുന്നുണ്ട്. അത് കേട്ടതും അവനക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് ആ ഷാനെ കാണാനായിട്ട് കോങ് അവന്റെ ഓഫീസിലേക്ക് പോകുന്നു. ഷാനെ പോയി കാണുമ്പോൾ അവൻ ഭയങ്കര അഹങ്കാരത്തോടുകൂടിയാണ് കോങ്ങിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് അവൻ ഇങ്ങനെ ഒന്നായിരുന്നു. കാരണം കമ്പനിയിൽ നിന്നുള്ള 70% പ്രോഫിറ്റ് നമ്മുടെ ഹീറോന്റെ കമ്പനിയിൽ നിന്നാണ് വരുന്നത്. ബാക്കി 30% മാത്രമാണ് ഈ ഷാന്റെ കമ്പനിയിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഈ പ്രോജക്റ്റ് കിട്ടാനുള്ള അവകാശം കോങ്ങിനാണുള്ളത്. എന്നിട്ട് ഷാക്കാണ് കിട്ടാൻ പോകുന്നത്. എന്നിട്ട് ഇത്ര അഹങ്കാരത്തോടുകൂടി ഷാ സംസാരിക്കുന്നത് കണ്ട് കോങ്ങിന് നല്ല ഡൗട്ട് ആവാണ്. അതുകൊണ്ട് അവന്റെ മാനേജറോട് ഷാ എന്തോ ഒരു മനസ്സിൽ കണ്ടിട്ടുണ്ട്, വേറെ ഏതോ ഒരു പ്രോജക്റ്റും അവൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് അവനക്ക് ഇത്ര അഹങ്കാരം, അതെന്താന്ന് അന്വേഷിച്ചിട്ട് വരാനായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം കോങ് അവന്റെ ആ കൈ എറിഞ്ഞതിന്റെ സീക്രറ്റ് എന്താണെന്ന് അറിയാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. കാരണം അതും പറഞ്ഞിട്ടാണല്ലോ ഇപ്പൊ അവന്റെ കയ്യിലുള്ള ആ പ്രോജക്റ്റ് ഒക്കെ പോകാൻ പോകുന്നത്. തനിക്ക് സൈക്കോളജിക്കലി ഒരു പ്രശ്നവും ഇല്ലാതെ വരുത്തി തീർക്കേണ്ടത് ഇപ്പൊ കോങ്ങിന്റെ ആവശ്യമായിരുന്നു. ഡോക്ടർ കോങ്ങിനോട് കണ്ണടച്ചിരിക്കാനായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് തീ പോലത്തെ എന്തെങ്കിലും മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കണ്ണടച്ചാലും ഒരു തീ ഇങ്ങനെ പാളി വരുന്നതായിട്ട് കോങ്ങിന് കാണുന്നുണ്ട്. ഡോക്ടർ എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും കോങ് എനിക്കൊന്നും കാണാൻ പറ്റിയൊന്നുമില്ല എന്ന് നോണ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് വേഗം തന്നെ പോകാണ്. കോങ് അങ്ങനെ തന്നെ ക്യാൻറ്റീനിലേക്ക് വന്നിട്ട് ഒരു കോഫി അങ്ങനെ ടൈമിൽ കറക്റ്റ് ജിയ അവിടെ എത്തുന്നുണ്ട്. ജിയ അവനെ കണ്ടത് മനസ്സിലാക്കിയിട്ട് വേഗം പോയിട്ട് അവന്റെ കയ്യിലുള്ള കോഫി തട്ടിപ്പറിച്ച് വാങ്ങുന്നുണ്ട്. അപ്പൊ തന്നെ കോങ് ഹലോ നീ ആരാ, എന്തിനാ എന്റെ കയ്യിലുള്ള കോഫി വാങ്ങി എന്റെ കൈ വെച്ചേക്കുന്നേ എന്ന് ചോദിക്കുമ്പോ ജിയ ഭയങ്കരമായിട്ട് കളിയാക്കി ചിരിച്ചുകൊണ്ട് അയ്യോ എന്നെ മനസ്സിലായേ ഇല്ലല്ലേ, അന്നൊരു ദിവസം എന്റെ കയ്യിൽ നിന്ന് കോഫി വാങ്ങിക്കൊണ്ടുപോയപ്പോ ഈ ഒരു അഹങ്കാരമൊന്നും കണ്ടില്ലല്ലോ, അന്ന് എന്തോ 10 വയസ്സുള്ള കുട്ടിയുടെ പോലെ എൻ്റെ പൈസ ഇല്ല സാർ ഞാൻ ഇത് കുടിച്ചോട്ടെ സാർ അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ, ഇപ്പൊ എന്തൊരു അഹങ്കാര, ഈ കോഫി ഞാൻ കുടിക്കുന്നു പറഞ്ഞു ജിയ അതും കൊണ്ട് പോകുന്നുണ്ട്. എന്നാ കോങ് പിന്നാലെ പോയിട്ട് എനിക്ക് ഇതിന്റെ സൂക്കേടൊക്കെ മനസ്സിലായി, ഇത്ര ഹാൻഡ്സ് ആയിട്ട് ഭയങ്കര റിച്ച് ആയിട്ടുള്ള എന്നെ കാണുമ്പോൾ നിന്നെ പ്രേമിക്കണം എന്ന് നിന്നെ ശ്രദ്ധിക്കണം എന്നൊക്കെ നിനക്ക് നല്ല ആഗ്രഹം ഉണ്ടാവും, പക്ഷെ ഞാൻ ആ ഒരു ടൈപ്പ് ആളല്ല എന്നും പറഞ്ഞുകൊണ്ട് ജിയുടെ കയ്യിൽ നിന്ന് അവൻ കോഫി തട്ടിപ്പറിച്ച് വാങ്ങുന്നുണ്ട്. ജിയ അപ്പൊ തന്നെ ഹലോ ഞാൻ നോണ അറിയുന്നല്ല, നിങ്ങൾ അങ്ങനെ തന്നെ അന്ന് പെരുമാറിയായിരുന്നു ഒരു 10 വയസ്സുള്ള കുട്ടികളെ പോലെ, എന്റെ കയ്യിൽ നിന്ന് കോഫിയൊക്കെ വാങ്ങിക്കൊണ്ടുപോയിട്ട് എന്നൊക്കെ പറഞ്ഞ് തല്ലടിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ജിയുടെ കൈ അറിയാതെ കോഫിയിലേക്ക് പെടുന്നുണ്ട്. കൈ ഒന്ന് പൊള്ളിയ പോലെ ആകുമ്പോൾ അവള് എന്റെ കൈ എന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വേദനിച്ച പോലെ കാട്ടുമ്പോൾ പറയാണ് നീ ഇപ്പൊ എന്തായി ചെയ്തേ, കോഫിയിൽ കൈ ഇട്ടേക്കുന്ന ഇനിയിപ്പത് ഞാൻ എങ്ങനെ കുടിക്കാനാന്നൊക്കെ പറഞ്ഞ് ഞാൻ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നീ കോഫി കുടിക്കുന്ന കാര്യമാണ് ആലോചിക്കുന്നത്, എന്റെ കൈ പൊള്ളിയ കാര്യം നീ കണ്ടില്ലേ, അവന്റെ ഒരു കോഫി എന്ന് പറഞ്ഞിട്ട് ജി അതിക്ക് വീണ്ടും കൈയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടത് ഛർദ്ദിക്കാൻ വരുന്ന പോലെ കോങ് ആ കോഫി കൊണ്ട് വാഷ് ബേസിനിൽ കൊട്ടിക്കളയുന്നുണ്ട്. കൊട്ടിക്കളഞ്ഞതിന് ശേഷം കോങ് ജിയുടെ നേരെ തിരിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി സംഭവം എന്താണെന്നുള്ളത്, നീ ഇവിടുത്തെ പേഷ്യന്റ് ആണ്, ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് വന്നേക്കുന്നതായിരിക്കില്ലേ, കണ്ട ഡോക്ടർമാരുടെ കോട്ടൊക്കെ ഇട്ടുകൊണ്ട് ഡോക്ടറാണെന്നും പറഞ്ഞിട്ട് നടന്നു, എനിക്ക് നിന്നോട് സംസാരിച്ച് കളയാനായിട്ട് സമയമില്ലാന്നും പറഞ്ഞ് കോങ് അവിടെ നിന്ന് പോകാനായിട്ട് നോക്കുന്നുണ്ട്. ആ ടൈമിൽ ജിയ അയ്യോ സത്യമായിട്ടും ഞാൻ ഡോക്ടർ എന്നാടാ, നീ അന്ന് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിങ്ങനെ ഒച്ചത്തിൽ പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും കേൾക്കാതെ കോങ് അവിടെ നിന്ന് പോകുന്നു. ജിയുടെ ഹോസ്പിറ്റലിലേക്ക് ഇപ്പൊ അപകടത്തിൽപ്പെട്ട ഒരു അച്ഛനും മകനും എത്തുന്നുണ്ട്. അവരെ വേഗം തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കിടത്തുന്ന ടൈമിലാണ് ജിയൊക്കെ മനസ്സിലാവുന്നത് ഈ അച്ഛൻ തന്നെയാണ് ഈ മകനെ കൊല്ലാൻ നോക്കിയതെന്നും എന്നിട്ട് അച്ഛൻ ആത്മഹത്യ ചെയ്യാൻ നോക്കിയതാണെന്നും അതുകൊണ്ട് തന്നെ ഈ അച്ഛനെയും മകനെ ഇനി ഒരുമിച്ച് കിടത്തരുതെന്ന് ഡോക്ടർ അവളോട് പറയുന്നുണ്ട്. ഈ ഓപ്പറേഷൻ ചെയ്യുന്നതിന്റെ ഇടയിൽ ആ കുട്ടിയെ തൊട്ടതും ജിയൊക്കെ എന്തോ ഭയങ്കരമായിട്ട് കൈ വരയ്ക്കുന്ന പോലെ തോന്നിയിട്ട് അറിയാതെ രക്തം പുറത്തേക്ക് ചീറ്റുന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ജിയനെ ഒരുപാട് ആ സീനിയർ ഡോക്ടർ ചീത്ത പറയുന്നുണ്ട്. എന്നാൽ ജിയ കുറെ സോറി ഒക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നു. അവൾ ഇന്ന് ഹോസ്പിറ്റലിൽ ഭയങ്കര ടെൻഷൻ ആയതുകൊണ്ട് തന്നെ ആ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുന്ന ബ്രിണ്ടൻ എന്ന് പറഞ്ഞ ഒരാളായിട്ട് പ്രണയത്തിലായിരുന്നു. അവനെ കാണാമെന്ന് വിചാരിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എല്ലാ പ്രശ്നങ്ങളും അവനോട് ഷെയർ ചെയ്ത് അവനെ കെട്ടിപ്പിടിച്ച് ഇപ്പൊ ജിയ അവിടെ നിൽക്കാണ്. ഇന്നപ്പോൾ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് എപ്പിസോഡ് കാണാനായിട്ട് മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു.